വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ടോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മിൽക്ക് മെയ്ഡ് ഒന്ന് ടോഫിയാക്കി എടുക്കണം. അതിനുവേണ്ടി കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം 1/2 ലിറ്റർ പാലെടുത്ത് അതിലേക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ പാലെടുത്ത് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി കുറുക്കിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല, പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സിമ്മിലിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു യെല്ലോ കളറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടെ തിക്കായി വരുമ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് വേണ്ടത് 1 കപ്പ് ക്രീം വേണം. അത് ഓപ്ഷനാണ്, നിങ്ങൾ കയ്യിലിൻ്റെ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായി ക്രഷ് ചെയ്യാൻ പാടില്ല, ഈ ഒരു ടൈപ്പിലാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം പുഡിങ് സെറ്റ് ചെയ്ത് വെക്കുന്ന ബൗളിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് നന്നായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ബിസ്ക്കറ്റിൻ്റെ ലെയറാണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് ലെയറായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടോഫി ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം മൂന്നാമത്തെ ലെയറായിട്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് ലെയറായിട്ട്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഒരു സോസ് റെഡിയാക്കി എടുക്കണം. 1 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, നേരത്തെ ബാക്കിയുള്ള ടോഫി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റിലത്തെ ലെയറായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്ത് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചോക്ലേറ്റ് ടോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളെ കമൻസിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.